എല്ലാവർക്കും നമസ്കാരം. ഈ മുടി നരയ്ക്കുന്നതൊക്കെ നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണല്ലേ? അപ്പോൾ ഇതിനൊരു നാച്ചുറൽ, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു പരിഹാരം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെ പ്രകൃതിയെ കൂട്ടുപിടിച്ച് ഈ പ്രശ്നം തീർക്കാം? നമുക്ക് നോക്കാം. ഈ ചോദ്യം ചിലപ്പോ നിങ്ങളിൽ പലരും സ്വയം ചോദിക്കുന്ന ഒന്നായിരിക്കും. ചിലർക്ക് ചെറുപ്പത്തിലേ മുടി നരച്ചു തുടങ്ങും, മറ്റു ചിലർക്ക് പ്രായമാകുമ്പോൾ. കാരണം എന്തുതന്നെയായാലും ഇത് പലരുടെയും ആത്മവിശ്വാസത്തെ ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അകാലനര, അതായത് പ്രായമാകും മുൻപ് വരുന്ന നരയെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നല്ല ഭക്ഷണത്തിലൂടെയും ചില എണ്ണകളൊക്കെ തേച്ചും അതിനെ മാറ്റിയെടുക്കാം. പക്ഷേ പ്രായം കൂടുമ്പോൾ വരുന്ന നരയുണ്ടല്ലോ, അത് മറയ്ക്കാൻ സാധാരണയായി മുടി കറുപ്പിക്കുകയേ വഴിയുള്ളൂ. അപ്പോ എന്തിനാണ് നമ്മളൊരു ഹെർബൽ ഡൈയെപ്പറ്റി സംസാരിക്കുന്നത്, അല്ലേ? കാരണം വളരെ സിമ്പിളാണ്. കടയിൽനിന്ന് വാങ്ങുന്ന മിക്ക ഡൈകളിലും അമോണിയ പോലുള്ള കെമിക്കലുകളുണ്ട്. ഇത് കാരണം പലർക്കും ചൊറിച്ചിലും അലർജിയുമൊക്കെ വരാറുണ്ട്. എന്നാൽ നമ്മളിവിടെ പറയാൻ പോകുന്ന ഹെർബൽ ഡൈയില് അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് 100% നാച്ചുറലാണ്. എന്നാ പിന്നെ ഒട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഈ ഒരു അസൽ ഹെർബൽ ഹെയർ ഡൈ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കിയാലോ? എല്ലാം നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോ ഇതാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ശ്രദ്ധിച്ചോളൂ. ഉണക്കിപ്പൊടിച്ച മൈലാഞ്ചി ഒരു 20 ഗ്രാം. അത്രയും തന്നെ അളവിൽ ഉണക്കിപ്പൊടിച്ച കറിവേപ്പിലയും ത്രിഫല ചൂർണവും, അതായത് 20 ഗ്രാം വീതം. പിന്നെ വേണ്ടത് 10 ഗ്രാം ചായപ്പൊടി പിണ്ടിയാണ്. ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് കയ്യോണ്ണയുടെ നീരും വേണം. ഈ അളവുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുന്നത് നല്ലതാണ്. അപ്പോഴേ നല്ല റിസൾട്ട് കിട്ടൂ. സാധനങ്ങളൊക്കെ റെഡിയായില്ലേ? ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. വളരെ എളുപ്പമാണ്. ശരി, ഇനി ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. റെഡിയല്ലേ? ആദ്യം തന്നെ നമ്മൾ എടുത്തുവെച്ച പൊടികളില്ലേ, മൈലാഞ്ചി, കറിവേപ്പില, ത്രിഫല, ചായപ്പൊടി, ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർക്കുക. എന്നിട്ട് കുറേശ്ശെ കയ്യോന്നിയുടെ നീരൊഴിച്ച് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. ഇനി പറയുന്ന സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. ഈ മിശ്രിതം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് മാറ്റണം. എന്നിട്ട് അടച്ചുവെച്ച് കൃത്യം 10 ദിവസം വെക്കണം. 10 ദിവസം കഴിഞ്ഞെടുത്ത് നോക്കുമ്പോഴേക്കും സംഭവം റെഡിയായിട്ടുണ്ടാവും. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രഷ് വെച്ച് മുടിയിൽ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഒരു 2.5 മണിക്കൂർ, അത്രയും മതി. അത് കഴിഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകിക്കളയാം. ഈ 10 ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ആ സമയത്താണ് ഈ ചേരുവകളെല്ലാം ഇരുമ്പ് ചട്ടിയുമായി പ്രവർത്തിച്ച് ഡൈക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നത്. അതുകൊണ്ട് ആ സ്റ്റെപ്പ് ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അതുപോലെ തന്നെയാണ് ഈ 2.5 മണിക്കൂറും. മുടിയിൽ നന്നായി നിറം പിടിക്കാൻ അത്രയും സമയം എന്തായാലും വേണം. അതുകൊണ്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഈ സമയം കൃത്യമായി പാലിക്കാൻ മറക്കരുത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയാൽ എന്തായിരിക്കും ഇതിന്റെ ഒരു റിസൾട്ട്? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്നും നമുക്ക് നോക്കാം. ഒറ്റ തവണ ഇതുപയോഗിച്ചാൽ മതി. നിങ്ങളുടെ മുടി 1 മാസം വരെ നല്ല കറുപ്പ് നിറത്തിൽ നിൽക്കും. ശരിക്കും അടിപൊളിയല്ലേ? കെമിക്കൽ ഡൈ പോലെ ഇടയ്ക്കിടെ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒരു കിടിലൻ ഹെർബൽ ഡൈ. അതായത് അലർജി വരുമോ, ചൊറിച്ചിലുണ്ടാകുമോ എന്നൊന്നും പേടിക്കണ്ട. മുടിക്ക് നല്ല കറുപ്പ് നിറം വേണമെന്നാഗ്രഹിക്കുന്ന ആർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോ പ്രകൃതിയുടെ ഈ കൂട്ട് പരീക്ഷിക്കാൻ നിങ്ങളും റെഡിയല്ലേ?